അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം, ഇപ്പോൾ നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ എണ്ണം ഒറ്റയാവൽ പ്രത്യേകം നല്ലതാണെന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെടുകയും ഇമാമിങ്ങൾ പറയട്ടോ ചെയ്തിട്ടുണ്ടോ? 3, 5 അല്ലെങ്കിൽ 7 അങ്ങനെ പ്രത്യേകം ഒറ്റയാവൽ നല്ലതാണ് എന്നുള്ളത്. ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് ഒറ്റയായിട്ട് കഴിക്കുകയാണ് വേണ്ടത്, അതാണ് ചെയ്യേണ്ടത് എന്ന് ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നത് കണ്ടു. ഗസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അത്വഹ്മത്തിൻ്റെ ബാബിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്, എങ്ങനെയൊക്കെ കഴിക്കണം എന്ന് പറയുന്ന മര്യാദകൾ വിശദീകരിക്കുമല്ലോ, അവിടെയാണിത് പറയുന്നത് കണ്ടത്. ഗസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ 3-ാം വാള്യം ഇതിൻ്റെ 23-ാമത്തെ പേജിൽ വയഉകുലു മിനത് തംരി വിത്റൻ ഉണ്ടോ, നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് അത് ഒറ്റയായിരിക്കണം. സബ്അൻ ഔ 11 ഔ 21 ഔ മത്തഫഖ ഉണ്ടോ, 7, 11, 21, ഇനി അതിലേക്ക് നമ്മൾ ചേർത്തിയിട്ട് 27, 31, 33 ഇങ്ങനെയൊക്കെ അതാ ഔ മത്തഫഖ എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒറ്റയായിട്ട് കഴിക്കുക അതാണ് വേണ്ടത് എന്ന് പറയുന്നത് സുന്നത്തും കൂടെയാണ് എന്ന് അലിയുൽ മക്കി റഹിമഹുല്ല അവിടുത്തെ കൂത്തുൽ കുലൂബ് എന്ന കിതാബുണ്ട്. കൂത്തുൽ കുലൂബ് 2 വാള്യത്തിൽ ഇതിന്റെ 2-ാം വാള്യത്തിൽ പറയുന്നത് കണ്ടു. അത്തുമത്തിന്റെ ബാബിൽ തന്നെയാണ് സുന്നത്താണ് കേട്ടോ, അങ്ങനെ ഈത്തപ്പഴത്തിൽ ഒറ്റയായിട്ട് കഴിക്കൽ സുന്നത്താണ് എന്നുള്ളത്. ഇത് 2-ാം വാള്യത്തിന് 179-ാമത്തെ പേജിലുണ്ട്. വ യുസ്തഹബ്ബു ഉണ്ടോ, വ യുസ്തഹബ്ബു സുന്നത്താക്കപ്പെടും അൻ യഅകുല മിനത് തംരി, ഈത്തപ്പഴത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പം വിത്റൻ ഒറ്റയായിട്ട് ഭക്ഷിക്കൽ സുന്നത്തുണ്ട്. സബ്അൻ ഔ 11 ഔ 21 ഉണ്ടോ, 7, 11, 21 ഇങ്ങനെയൊക്കെ ഒറ്റയായിട്ട് കഴിക്കുക, അങ്ങനെയാണ് സുന്നത്ത് എന്ന് പറയുന്നുണ്ട്. ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്ന് പറയുന്നിടത്ത് ഇത് പറയുന്നുണ്ട്. അപ്പൊ അവിടേക്ക് മാത്രമല്ല, അല്ലാത്തടത്ത് അപ്പൊ ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ നോമ്പിന്റെ സുന്നത്ത് പറഞ്ഞിടത്തൊന്നല്ല പറഞ്ഞത്. അതാണ് ഈ അത്വമത്തിന്റെ ബാബിലാണ് ഭക്ഷണം കഴിക്കേണ്ട മര്യാദകൾ പറയുന്നിടത്താണ് പറഞ്ഞത്. അപ്പൊ നോമ്പിന് ഈ പറയുന്ന നമ്മൾ നോമ്പറക്കുന്ന സമയത്ത് ഈത്തപ്പഴാകുക എന്നുള്ളിടത്ത് ഇത് പറയുന്നുണ്ട്. അതിന്റെ പുറമെ അല്ലാതെ തന്നെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നോമ്പിന്റെ അവിടെ തന്നെ ഫതുഹുൽ മുഈനിൽ അതിന്റെ പരിപൂർണത 3 ആയിരിക്കുക എന്നുള്ളത് ഫതുഹുൽ മുഈനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂമുറുള്ളാഹി പറഞ്ഞല്ലോ. ഇതിന്റെ 222-ാമത്തെ പേജിൽ വൽ അക്മലു അൻ യകൂന ബിസലാസിൻ ഉണ്ടോ, പരിപൂർണത എന്ന് പറയുമ്പോൾ 3 ആയിരിക്കണം എന്നുള്ളത്. അത് 3 ആകണ്ട, അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോകാം. പക്ഷെ പോവുകയാണെങ്കിൽ അതൊക്കെ ഒറ്റയായിരിക്കട്ടെ എന്നുള്ളത് ആരും പറയുന്നുണ്ട്. ഇമാം ജുർദാനി അവിടുത്തെ ഫതുഹുൽ അല്ലാം എന്ന കിതാബുണ്ട്. നല്ല കിതാബാ, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കിതാബാണ് ഈ ഫതുഹുൽ അല്ലാം എന്ന കിതാബ്. ഫതുഹുൽ അല്ലാം പല ആളുകൾക്കും ഉണ്ട്. ഇതിന് 44-ാമത്തെ പേജിൽ എത്ര വാള്യം, 4-ാമത്തെ വാള്യം ഉണ്ടോ. വ അമ്മ കമാലുഹ ഫയഹ്സുലു ബിസലാസിൻ ഫഅക്സറ മിനൽ ഔത്താരി ഉണ്ടോ, 3 പരിപൂർണത എന്ന് പറയുമ്പം ഇനി അതല്ല, ഫഅക്സറ മിനൽ ഔത്താരി അധികരിച്ചാണ്ട് 3, 5 അതൊക്കെ നോമ്പിന്റെ സുന്നത്തിലാട്ടോ, നോമ്പിന്റെ സുന്നത്ത് വിശേഷിച്ചു കൊടുത്തൊക്കെ പറയണത്. അപ്പൊ 5, 7 അങ്ങനെയൊക്കെ പോകാം. പക്ഷെ ആ പോകണതൊക്കെ ഒറ്റയായിട്ട് പോകുക എന്നുള്ളത് അത് നോമ്പിന്റെ അവിടേക്ക് മാത്രമല്ല, അല്ലാതെ നമ്മൾ ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിലും നമ്മൾ ഒറ്റയാക്കുക, അതാ നല്ലത്. ഇരട്ടയിലാക്കണ്ട, അത് സുന്നത്താണ്. അപ്പൊ 3, 5 അതുപോലെ തന്നെ 7, 11 ഇങ്ങനെ ആ ഇരട്ടയിലാക്കണ്ട, അത് ഒറ്റയിലാക്കൽ സുന്നത്തുണ്ട് കേട്ടോ.